ബിഗ് ബോസ് താരം സുചിത്ര നായരാണ് ഞങ്ങളുടെ ജീവിതം തകർത്തത്. സാന്ത്വനം സംവിധായകന്റെ ഭാര്യ. സാന്ത്വനം, വാനമ്പാടി, ആകാശദൂത് പോലുള്ള ജനപ്രിയ സീരിയലുകളുടെ സംവിധായകനായിരുന്നു ആദിത്യൻ. 2 വർഷം മുമ്പ് ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇപ്പോഴിതാ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രോണു ചന്ദ്രൻ. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തിയത്. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ വളരെ സന്തോഷമായിരുന്നു. പിന്നീട് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിലുണ്ടാകുന്ന ചെറിയ വഴക്കുകളും പിണക്കങ്ങളും ഞങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നു. അത് ചിലർ മുതലെടുക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ വലിയൊരു പ്രശ്നം വന്നു തുടങ്ങി. അതോടെ എനിക്കും ശത്രുക്കളായി. ചേട്ടൻ സൗഹൃദങ്ങളോടൊക്കെ വളരെ സഹായ മനോഭാവമുള്ള ആളാണ്. സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങി. ഒരു സ്ത്രീ മുഖേനയാണ് സഹായിച്ചു തുടങ്ങിയത്. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ തുടക്കമായിരുന്നു അത്. ഞങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്നു. എല്ലാവർക്കും അറിയാം, ബിഗ് ബോസ് താരം കൂടിയായിരുന്നു അവർ. സുചിത്ര നായർ. വാനമ്പാടി സീരിയലിലെ നായികയായിരുന്നു അവർ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടായത്. ഇതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ വഴക്ക് തുടങ്ങി. തർക്കത്തിന്റെ പേരിൽ മാറി നിൽക്കേണ്ടി വന്നു. എനിക്ക് ലൊക്കേഷനിൽ പോകേണ്ടി വന്നു. ഞാൻ പ്രശ്നക്കാരിയായി മാറി. ഒരു ഫീൽഡിൽ തന്നെയുള്ള ചിലരുണ്ട്, ചേട്ടൻ്റെ സൗഹൃദങ്ങൾ. അവരുമായി അദ്ദേഹം കുടുംബ പ്രശ്നങ്ങൾ പങ്കിട്ടിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്കും ചില പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. എനിക്ക് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുണ്ട്. ഇതെല്ലാം ചേട്ടൻ കൂട്ടുകാരോട് പങ്കുവച്ചു. ആ കണ്ണുകളോടെ അവർ എന്നെ നോക്കിക്കണ്ടു. ഭർത്താവിനെ ടോർച്ചർ ചെയ്യുന്ന ഭാര്യ എന്ന നിലയിൽ അവർ എന്നെ കാണാൻ ഇതിന് കാരണമായി. ചേട്ടന് നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ചില രാത്രികളൊക്കെ ജലൂസിലൊക്കെ കഴിക്കും. രാത്രി എഴുന്നേറ്റ് ഛർദ്ദിച്ച് ബാത്റൂമിൽ പോയി വീണ് കിടക്കുമ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. മരിക്കുന്ന ദിവസം രാത്രി അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്ന് എന്നെ വിളിച്ചു. സ്വാഭാവികമായി വരുന്ന നെഞ്ചുവേദനയായിരുന്നു അത്. അന്ന് പിണക്കത്തിൻ്റെ പേരിൽ ഞാൻ തൊട്ടടുത്ത മുറിയിൽ പോയി കിടന്നു. അദ്ദേഹം വന്ന് വിളിച്ചു. ഞാൻ ചൂടുവെള്ളം എടുത്ത് വരാമെന്ന് പറഞ്ഞു പോയി. വെള്ളം എടുക്കുന്ന സമയത്ത് കൃഷ്ണ എന്നുള്ള വിളി കേൾക്കുന്നുണ്ട്. ഞാൻ ഓടി വന്നപ്പോൾ കൃഷ്ണമണിയൊക്കെ മുകളിലിരിക്കുകയാണ്. BP എങ്ങാനും കുറഞ്ഞതായിരിക്കുമെന്ന് കരുതി എഴുന്നേൽപ്പിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ചേട്ടന് 2 സുഹൃത്തുക്കളുണ്ട് വരുന്നു. വെയ്യാണ്ടായപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഭാര്യയെ വിളിച്ചില്ല, സുഹൃത്തുക്കളെയാണ് വിളിച്ചത്. എനിക്കും അദ്ദേഹത്തിനിടയിൽ സംഭവിച്ച പ്രശ്നം അദ്ദേഹം മരിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. സൗഹൃദങ്ങൾ വരുന്നത് സാമ്പത്തികമായി അവരെ രക്ഷിക്കുന്നത് കൊണ്ടാണ്. അതിൻ്റെ തെളിവൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അന്ന് രാത്രി നടന്നത് പോലും. എന്നാൽ പുറത്തൊക്കെ വന്നത് ഞാനാണ് പ്രശ്നക്കാരി എന്ന നിലയ്ക്കാണ്. വീട്ടിൽ 2 കാർ ഉണ്ടായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. ഞാൻ മൈൻഡ് ചെയ്തില്ല, തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെയാണ് രോണു പറയുന്നത്.